ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ താരം തക്കാളിയാണ് കേട്ടോ. തക്കാളി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്കൊരു പച്ചടി തയ്യാറാക്കിയെടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചടി കൂടിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നോക്കിയിട്ട് ഞാനൊരു 5-6 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് തക്കാളി നേരെ ചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ എന്തുകൊണ്ടും നല്ലതും അതിനൊരു ടേസ്റ്റ് കൂടാനുള്ള കാരണം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ആ ചെറിയ തക്കാളികൾ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്ക് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പച്ചടിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുകും കുറച്ച് തൈരും ചേർത്തിട്ട് തന്നെയാണ് ഞാൻ അരക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് വെന്ത തക്കാളി നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്തതിന് ശേഷം നോക്കുക അതിൻ്റെ പുളി ഉപ്പ് എല്ലാം കറക്റ്റാണോ നോക്കുക. അപ്പം എനിക്ക് അതിൻ്റെ പുളിയൊക്കെ കുറവ് നന്നായിട്ട് തോന്നി, കാരണം ഞാൻ വളരെ കുറച്ച് തൈരിലാണ് അരച്ചെടുത്തത്. ബാക്കി കുറച്ച് തൈര് നേരിട്ട് ഞാനിത് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും ഒക്കെ ഇട്ട് അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നല്ല തിക്കിലാണ് പച്ചടി ഇഷ്ടമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് ഇതിവിടെ ലൂസാക്കിയിട്ടാണ് എടുത്തത്. പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ താളിച്ചെടുത്ത് ചേർക്കുകയും കൂടി ചെയ്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ബൈ.